പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടച്ച് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താൻ്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കാരുണ്യവാനും നല്ലവരുമായ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിനും അനുതാപത്തിനും ഞങ്ങളുടെ പൂർണ്ണ വിശുദ്ധീകരണത്തിനും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുഷ്ഠിക്കുന്നവരായി, അത് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കേൾക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ, മുറിവുകൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന്, ബന്ധക്കാരിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്നൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, എന്നിട്ട് രക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിച്ചു പോന്ന ഭാഗം യാക്കോബും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ റാഹേലും ലേയായും കൂടി തങ്ങളുടെ അപ്പനാൽ ചതിക്കപ്പെട്ട വിവരം ഷെയർ ചെയ്യുകയും അതിൻ പ്രകാരം തങ്ങളുടെ ഭർത്താവായ യാക്കോബിനോട് ദൈവം കൽപ്പിച്ചത് അതുപോലെ തന്നെ ചെയ്തുകൊള്ളുക, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം തങ്ങളുടെ ജീവിത പങ്കാളിയായ യാക്കോബിന് കൊടുക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിലൂടെ കണ്ടത്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റാഹേൽ തൻ്റെ പിതാവിൻ്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ആ ഭാഗം. ലാബാന്റെ കുലദൈവങ്ങളെ റാഹേൽ കട്ടെടുത്തു. ഹിത്യരുടെ ജീവിത നിയമം അനുസരിച്ച് കുലദൈവങ്ങൾ അല്ലെങ്കിൽ കുലദൈവങ്ങളായ വിഗ്രഹങ്ങൾ കൈവശമിരിക്കുന്നവർക്ക് പിതൃസ്വത്തിന് അവകാശമുണ്ടെന്ന് ഒരു നിയമമുണ്ട്. പ്രിയമുള്ളവരെ, പിതൃസ്വത്ത് സ്വന്തമാക്കാൻ പിതാവിനെ കളവ് ചെയ്യേണ്ട വരുന്ന ഒരവസ്ഥ എത്രമാത്രം ദയനീയമാണ്. പിതൃസ്വത്ത് ലഭിക്കേണ്ട, അർഹതപ്പെട്ട സ്വത്ത് ലഭിക്കാൻ ഒരു പിതാവിൻ്റെ പേർക്ക്
ഒരു ആങ്ങളയുടെ ഒരു സഹോദരൻ്റെ പേർക്ക് കേസ് കൊടുക്കേണ്ട വരിക എന്ന് പറഞ്ഞാൽ എത്രയോ ദയനീയമാണ്. ചുമ്മാ നമുക്ക് പറയുമ്പോൾ റാഹേലിനെ വലിയ കള്ളിയായിട്ടോ ഒക്കെ നമുക്ക് ചിത്രീകരിക്കാം. പക്ഷേ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, കിട്ടേണ്ട നിയമങ്ങൾ ഒരു കാരണവശാലും അവർക്ക് കിട്ടിയിട്ടില്ല. സ്വന്തം പിതാവ് നാട്ടിലില്ലാത്ത സമയത്ത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കേണ്ടതിന് ഈ പിതാവിൻ്റെ കുലദൈവമായ വിഗ്രഹത്തെ എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നാളെ ഒരു പ്രശ്നമുണ്ടായാൽ തങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്, തങ്ങളുടെ കുടുംബത്തിലുള്ളതാണ് എന്ന രേഖയാണത്. ബൈബിളിലെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, യാക്കോബിൻ്റെ മക്കളിൽ ഒരാളായ യൂദ, അദ്ദേഹം ഒരു സ്ത്രീയെ നിയമവിരുദ്ധമായി ശിക്ഷ വിധിക്കുകയാണ്. നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. നിയമം പാസാക്കുന്ന സമയത്ത് വിരുദ്ധമല്ല, പക്ഷേ നിയമത്തെ ചോദ്യം ചെയ്തപ്പോൾ നിയമം പാസാക്കിയ ആൾ കുറ്റക്കാരനായി മാറി. താമാർ എന്ന് പറയുന്ന തൻ്റെ മരുമകളെ അദ്ദേഹം വേറൊരു രീതിയിൽ പരിഗ്രഹിക്കുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്തു. ഈ പിതാവ് തൻ്റെ കൂട്ടുകാരൻ്റെ ആടിൻ്റെ രോമം കത്തിരിക്കുന്ന ഉത്സവത്തിന് പോയ സമയത്ത് തൻ്റെ മരുമകളെ മരുമകളാണെന്നറിയാതെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും തൻ്റെ മരുമകൾ പിന്നീട് ഗർഭം ധരിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് ന്യായം വിധിക്കാനിരിക്കുകയും ചെയ്യുന്ന പിതാവിനെ, ആ പിതാവിൻ്റെ വിധിവാചകത്തിൽ നിന്ന് ശിക്ഷയേൽക്കാതെ അവൾ രക്ഷപ്പെട്ടത് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവൾ വാങ്ങിയ മോതിരം കാണിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, പല നിയമങ്ങളും അന്നും ഇന്നും ചില ആളുകൾക്കൊക്കെ വലിയ തന്ത്രത്തിലൂടെ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. ന്യായമായും നിയമപരമായും ലഭിക്കാത്തതുകൊണ്ട്. ഇവിടെ ഈ സ്ത്രീ, റാഹേൽ എന്ന് പറയുന്ന സ്ത്രീ, അവൾക്ക് ന്യായമായും കിട്ടേണ്ട അവകാശമാണ് അവളുടെ ഓഹരി. ന്യായമായും കിട്ടേണ്ട അവകാശമാണ്. പക്ഷേ അപ്പൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അപ്പൻ ഈ മക്കളെ വിറ്റ് ജീവിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ശുശ്രൂഷയിൽ പറഞ്ഞിരുന്നു, യാക്കോബിൻ്റെ അമ്മയും അപ്പനും അവനെ അനുഗ്രഹിച്ച് ലാബാന്റെ ഭവനത്തിലേക്ക് വിടുന്നത് അവിടെ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത്, ഒരു മകളെ വിവാഹം ചെയ്ത് വാർദ്ധക്യത്തിലിരിക്കുന്ന ഇവരുടെ സഹായത്തിന് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ്. പക്ഷേ ഈ മനുഷ്യൻ, ഈ ലാബാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ 20 വർഷമാണ് ഈ യാക്കോബിനെ ഉപയോഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ നമ്മുടെ പെൺമക്കൾക്കൊക്കെ കൊടുക്കേണ്ട അവകാശങ്ങൾ, കൊടുക്കേണ്ട വിഹിതങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. നമുക്കെതിരെ കേസ് നടത്തിയോ, നമുക്കെതിരെ അവകാശങ്ങൾ ഉന്നയിച്ചോ, അല്ലെങ്കിൽ നമ്മളെ സോപ്പിട്ടൊന്നുമല്ല കിട്ടേണ്ടത്. ചില പെണ്ണുങ്ങളെ കുറിച്ച് ആങ്ങളമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അപ്പനെ സോപ്പിട്ട് നിന്ന് നന്നായിട്ടെല്ലാം വാങ്ങിയെടുത്തു, എനിക്കൊന്നും തന്നില്ല എന്ന് ചില ആങ്ങളമാർ സങ്കടപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അതും സത്യമാണ്. ചില ആങ്ങളമാർ യാക്കോബിനെ പോലെ ചില വീടുകളിലുണ്ട്.
കൃത്യമായ ഒരു കാര്യത്തിനൊരു ബഹളം ഉണ്ടാക്കുകയോ കൃത്യമായ ഒരു അവകാശത്തെക്കുറിച്ച് ബോധവാനാകുകയോ ഒന്നും ചെയ്യാത്ത ചില ആങ്ങളമാരുണ്ട്. കുടുംബത്തിന് വേണ്ടി മറ്റൊന്നും ചിന്തിക്കാതെ വലിയ തീഷ്ണതയോടെ കഷ്ടപ്പെടുന്നവർ, മറ്റൊന്നും ചിന്തിക്കുന്നില്ല. കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ചതിക്കപ്പെട്ടു എന്നൊക്കെ തോന്നുന്നത്. എന്നാലും അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ അവർ സ്വയം ആശ്വസിക്കും. അങ്ങനത്തെ ആങ്ങളമാരുണ്ട്. അപ്പോൾ ആ വീട്ടിലെ പെണ്ണുങ്ങളെ, വിവാഹം ചെയ്തയച്ച പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ ധാരാളം തന്ത്രപരമായി അപ്പനെ സുഖിപ്പിച്ച്, അപ്പനെ സന്തോഷിപ്പിച്ച് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് സ്വത്തെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നവരും ഉണ്ട്. അതൊക്കെ വളരെ ചുരുക്കമാണ്. എന്നാൽ ഭൂരിപക്ഷവും സഹികെട്ട് അവകാശങ്ങൾക്ക് വേണ്ടി അപ്പൻ്റെ പേർക്കും കേസ് കൊടുത്ത് ആങ്ങളമാർക്കും കേസ് കൊടുത്തൊക്കെ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും വെറുപ്പിലുമായി തീർക്കുന്ന കുടുംബങ്ങളാണ് പലതും. വളരെ സ്നേഹത്തോടെ ജീവിച്ച ആങ്ങളപെങ്ങന്മാർ സ്വത്ത് ഭാഗം ചെയ്യേണ്ട സമയം വന്നപ്പോൾ കേസായി. പണ്ടത്തെ പോലെയല്ല, പെണ്ണുങ്ങളെല്ലാം അവകാശം ചോദിക്കും. ഇപ്പോൾ വേണ്ടവണ്ണം കൃത്യമായിട്ടൊന്നും കൊടുക്കൂല. അമ്മ മരിച്ചു, അമ്മയുടെ പെട്ടി പെൺമക്കൾ വരുന്നതിന് മുമ്പ് അപ്പൻ തുറന്നു എന്ന കാരണത്താൽ 40 കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലും പ്രശ്നങ്ങളൊക്കെയായി, പിന്നെ വഴക്കായി, പിന്നെ വൈരാഗ്യമായി, പിന്നെ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി. അപ്പനോട് പോലും പെൺമക്കൾ ദേഷ്യപ്പെട്ട അനുഭവങ്ങളുള്ള കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല വീടുകളിലും പല പ്രശ്നങ്ങളിലും ഈ 34 കൊല്ലം ദൈവവേല ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇടപെടാനായിട്ടുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ചില വിധവമാർ അവഗണിക്കപ്പെട്ടപ്പോൾ, ചില അനാഥർ അവഗണിക്കപ്പെട്ടപ്പോഴൊക്കെ കുടുംബത്തിൻ്റെ ശക്തന്മാരായ ആൺമക്കളുടെയും ശക്തരായ മാതാപിതാക്കന്മാരുടെയൊക്കെ ബലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന നിസ്സഹായ ആയ അനാഥരെയും വിധവമാരെയൊക്കെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത്. ചില കുടുംബങ്ങളിൽ മരിച്ചാൽ പോലും കയറി ചെല്ലാത്ത വണ്ണമുള്ള വൈരാഗ്യം നിലനിൽക്കുകയാണ്. സ്വത്തിൻ്റെ പേരിൽ, സ്വത്ത് തർക്കത്തിൽ, തങ്ങളുടെ അവകാശങ്ങളുടെ പേരിൽ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തങ്ങളുടെ പെൺമക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ഓരോ പെൺമക്കളും പരിശോധിക്കുക, ഓരോ അപ്പനും പരിശോധിക്കുക. ഓരോ പെൺമക്കളും ഈ റാഹേല് ഈ കുലദൈവ വിഗ്രഹത്തെ കട്ടെടുത്തതുപോലെ തങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ കിട്ടിയിട്ടും പോരാ എന്നുള്ള രീതിയിൽ കട്ടെടുക്കുന്നുണ്ടോ എന്നും കൂടി പരിശോധിക്കുക. എല്ലാം അവനവൻ്റെ ബുദ്ധിക്ക് ചേർന്നാണ് ചെയ്തിരിക്കുന്നത് തോന്നുമ്പോൾ തന്നെയും ബുദ്ധി കുറഞ്ഞവൻ്റെ അവകാശം, ബുദ്ധി കുറഞ്ഞവൻ്റെ ആനുകൂല്യം എൻ്റെ ഭാഗത്തേക്ക് എൻ്റെ ബുദ്ധി കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മൾ ഇവിടെ എല്ലാം അവശേഷിപ്പിച്ചിട്ട് പോകുമ്പോൾ ഒരു നിത്യതയുണ്ടെന്ന് ഓർക്കണം. മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഇതൊക്കെ സ്വർഗവും നരകമൊക്കെ സമ്പത്തിൻ്റെ മേലുള്ള ഇടപെടൽ പോലെ ഇരിക്കും. സമ്പത്ത് കൈകാര്യം ചെയ്തതുപോലെ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും.
അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശോധിക്കുക. ഇവിടെ റാഹേൽ തൻ്റെ അപ്പൻ്റെ കുലദൈവ വിഗ്രഹത്തെ കട്ടെടുക്കുമ്പോൾ നാളെ അത് അവൾക്കൊരു അവകാശം പറയാനുള്ള അനുഭവമായിട്ടാണ് അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ലാബാൻ അവരെ പിന്തുടർന്ന്, നിങ്ങൾ എന്നെ കൊള്ള ചെയ്തത് എന്താണ്? എൻ്റെ കുലദൈവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് കട്ടെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത യാക്കോബ് നിസ്സഹായനായി നിന്നുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറി പരിശോധിക്കാമെന്നും പറയുമ്പോൾ എല്ലായിടത്തും കയറി ലേയായുടെ റൂമിലും റാഹേലിൻ്റെ റൂമിലും വസ്തുക്കളിലെല്ലാം പരിശോധിച്ച്, ആ സമയം ഞാൻ എഴുന്നേൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണപ്പാ, മാസമുറ അടുത്തിരിക്കുകയാണ്, ഈ കുലദൈവ വിഗ്രഹത്തെ ഒരു ചാക്കിൽ കെട്ടി ഒളിച്ചു വച്ചിട്ട് അതിൻ്റെ മുകളിൽ റാഹേൽ ഇരുന്നു കൊണ്ട് അപ്പനോട് നുണ പറഞ്ഞു. അവൾക്ക് വേണം അവളുടെ അവകാശം, അവൾക്ക് വേണം അവളുടെ ആനുകൂല്യം, അവൾക്ക് കിട്ടേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ മേടിച്ചെടുക്കണമെന്നുള്ള ഒരു ധീരത അവളുടെ ഉള്ളിലുണ്ട്. നമ്മുടെ മക്കളെ കൊണ്ട് അങ്ങനെ കള്ളം പറയിപ്പിക്കാനും നമ്മുടെ മക്കളെ കൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ ബഹുമാനിക്കാൻ പോലും പറ്റാതെ വണ്ണം നമ്മൾ തരം താണു പോകരുത്. ഒരപ്പൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത്രയും താഴാൻ പാടില്ല. നമ്മളെല്ലാം കൊടുത്തുവിടേണ്ടവരാണ്. നമ്മളെല്ലാം നീതിബോധത്തോടെ എല്ലാവർക്കും അവകാശപ്പെട്ടത് കൊടുക്കേണ്ടവരാണ്. നമ്മളെ കൊള്ള ചെയ്തിട്ട് കൊള്ള മുതലിൻ്റെ മേൽ നമുക്ക് അല്പം പോലും ബഹുമാനം തരാതെ നുണ പറഞ്ഞിരിക്കുന്നത് എത്രയോ അപമാനമാണ്. നാളെ ഒരിക്കൽ അതൊരു നുണയായിരുന്നു എന്ന് ലാബാൻ അറിഞ്ഞാൽ എത്രമാത്രം ലാബാൻ നിരാശനാകും, ലാബാൻ എത്രമാത്രം തോറ്റു എന്ന ചിന്ത വരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരാളുടെയും അവകാശത്തിന്മേൽ അധികമായി കടന്നു കയറുകയോ ഒരാൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോൾ അത് ചോദിക്കാതിരിക്കുന്നതോ ഒന്നുമല്ല. അവകാശം കിട്ടേണ്ടത് ചോദിക്കുന്നത് പാപമല്ല. അവകാശത്തിന്മേൽ തനിക്ക് കിട്ടേണ്ട ഓഹരിയുടെ മേൽ താൻ ന്യായവാദം നടത്തുന്നത് ഒരിക്കലും തെറ്റല്ല. അന്യായമായി ഒരാളെ അവകാശം തടഞ്ഞു വെക്കുന്നതും ഓഹരി തടഞ്ഞു വെച്ച് കൊടുക്കാതിരിക്കുന്നതുമാണ് തെറ്റ്. അവനവൻ്റെ അവകാശം ഇന്നതാണ്, അവനവൻ്റെ ഓഹരി ഇന്നതാണ് എന്ന് പറയുന്നത് തെറ്റായിട്ടൊരിക്കലും ബൈബിൾ പറയുന്നില്ല. ചില ആളുകളുണ്ട് മിണ്ടാതിരിക്കും, ദൈവമെല്ലാം ചെയ്തോളുമെന്നുള്ള വിചാരത്തിലിരിക്കും. ദൈവമെല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ ദൈവം ചെയ്യുമ്പോൾ അത് കൃത്യനീതിബോധത്തോടുകൂടെ മനുഷ്യരിലൂടെയാണ് ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവ് കാണും. ഇവിടെ യാക്കോബിലൂടെയും റാഹേലിലൂടെയും ലേയായിലൂടെയും മക്കളിലൂടെയൊക്കെയാണ് ദൈവം ലാബാന്റെ അനീതി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ അനീതി ചൂണ്ടിക്കാണിക്കുമ്പോൾ, മനുഷ്യൻ അവൻ്റെ നേതൃത്വത്തിലുള്ളവർ അനീതി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെന്തോ അപരാധമാണ്, എന്തോ തെറ്റാണെന്നുള്ള ധാരണ ആരും വെച്ച് പുലർത്താൻ പാടില്ല. അനീതിയെ ചൂണ്ടിക്കാണിക്കുന്നതും അനീതിയാണെന്നും അത് തെറ്റാണെന്നും പറയുന്നത് ഈ സമൂഹത്തിൻ്റെ നല്ല നടത്തിപ്പിന് ആവശ്യമാണ്. നല്ല നടത്തിപ്പിന് ആവശ്യമാണ്. എഡ്മണ്ട് ബർഗ് എന്ന് പറയുന്നൊരു മഹാൻ പറയുന്നു, നല്ലവർ നിശബ്ദരാകുമ്പോൾ ദുഷ്ടരുടെ എണ്ണം പെരുകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലവർ, നീതിബോധമുള്ളവർ നിശബ്ദരാകാൻ പാടില്ല. അവർ നിശബ്ദരായാൽ ദുഷ്ടരുടെ എണ്ണം പെരുകും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ മക്കൾക്ക് നമ്മളെ കൊള്ള ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? നമ്മളെ
അവരുടെ അവകാശങ്ങൾക്ക് നമ്മളെ ചൂഷണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കൊടുക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും കൃത്യതയോടെ കൊടുത്ത് ഇഹലോകവാസം വിടുവാനുള്ള ആഗ്രഹം ഓരോ മാതാപിതാക്കന്മാരിലും ഈ വചന ശുശ്രൂഷയിലൂടെ ജനിക്കട്ടെ. ഏതെങ്കിലും മക്കൾ തങ്ങൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല, അത് കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കളോ ബന്ധുമിത്രങ്ങളോ ശപിക്കുകയൊക്കെ ചെയ്ത് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശപിച്ചുവെങ്കിൽ ആ ശാപം എൻ്റെ മേൽ നിലനിൽക്കുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരിക്കലുമില്ല. നമ്മൾക്ക് കിട്ടേണ്ട അവകാശം, നമ്മൾക്ക് കിട്ടേണ്ട നീതി, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശം, മറ്റൊരാൾക്ക് കിട്ടേണ്ട നീതി, അത് അർഹതപ്പെട്ടത് അത് ചോദിച്ചു വാങ്ങുമ്പോൾ ആര് ശപിച്ചാലും നമുക്കൊന്നും വേശുകയില്ല. നാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് അത് ചെയ്യുന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടാവുകയും ഒപ്പം തന്നെ ഇങ്ങനെയുള്ള അവഗണനയും ചൂഷണവുമൊക്കെ ഏൽക്കുന്ന മക്കൾക്ക് വേണ്ടി ന്യായവാദം നടത്താൻ ഉള്ള ഒരു ധൈര്യവും കൂടി ഇതിലൂടെ ആർജിച്ചിരിക്കുക. റാഖേലും ലേയായൊക്കെ നമുക്ക് നല്ലൊരു പാഠം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഏതെങ്കിലും വിധത്തിലുള്ള ചൂഷണം എൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പാക്കണമേ. കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളും അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കേസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അനുരഞ്ജനത്തിലായി തീർന്ന് കേസുകളെല്ലാം പിൻവലിച്ച് കൊടുക്കേണ്ട അവകാശങ്ങളും കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ, അനേകർക്ക് ഈ വചനം കൊണ്ട് അനുഗ്രഹമുണ്ടാകുവാൻ നിങ്ങളുടെ പ്രയത്നം ഈ ശുശ്രൂഷ മേലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.